കാരണം കേൾക്കാൻ കഴിയുന്നവന് മാത്രമേ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിനുള്ള സൊല്യൂഷൻ കൊടുക്കാനും പറ്റൂ. ഇത് കേൾക്കാതെ നമുക്ക് ഒരിക്കലും ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റില്ല. പേഴ്സണൽ ലൈഫിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നെന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ തയ്യാറാവുന്നില്ല. നമുക്ക് ഭയങ്കര ഈഗോ ആണ്. അവര് പറയുന്ന കുറച്ചു നേരം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊന്നും അല്ലാണ്ടായി പോവല്ലോ അല്ലേ? അപ്പൊ ഈ ഒരു കേൾക്കാൻ ആളില്ലാതാവുമ്പോഴാണ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ഈ ആത്മഹത്യകളുണ്ട് അല്ലെങ്കിൽ ഡിപ്രഷൻ കേസുകളൊക്കെ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അവരെ കേൾക്കാൻ ആളില്ലാതായി പോകുന്നു എന്നതാണ്. കേൾക്കാൻ ആളില്ലാതാവുക ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഏകാന്തത അനുഭവിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അതൊരാളോട് അവതരിപ്പിക്കാൻ ഒരു വ്യക്തി ഇല്ലാതെ ആയി പോവുക. അതൊന്ന് കേട്ടിരിക്കാൻ, എടാ ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയാൻ ഒരു വ്യക്തി ഉണ്ടാവുക. ജീവിതത്തിൽ എത്ര വലിയ ഭാഗ്യമാണ്. അങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ, അങ്ങനത്തെ ഒരു സുഹൃത്ത് ഉണ്ടാവുക എന്നുള്ള ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ ഒന്നാണ്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവർക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരൊരു തിരക്ക് കഴിഞ്ഞ് നിങ്ങളൊന്ന് തിരിച്ചു വിളിക്കുന്ന രീതിയിൽ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരു പ്രശ്നം പറ്റുമ്പോഴേക്കും വന്നിട്ട് നിങ്ങളൊന്ന് പുറത്ത് തട്ടിയിടാതെ ഞാൻ ഉണ്ട് നിന്റെ കൂടെ എന്ന് പറയാൻ ഒരാളുണ്ടാവുക. നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുക. അപ്പൊ ഈ കേൾക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ് ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും നമ്മൾ ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റികളിൽ ഒന്നാണ് ബി എ ബെറ്റർ ലിസണർ. നല്ലൊരു കേൾവിക്കാരനാവുക. നല്ലൊരു കേൾവിക്കാരനാവാൻ വേണ്ടി ശ്രമിക്കുക. റെക്കമെൻഡഡ് സൊല്യൂഷൻ. ഇപ്പൊ ഈ പറഞ്ഞ കേൾവിക്കാരനായാൽ മാത്രമേ നിങ്ങൾക്ക് സൊല്യൂഷൻ റെക്കമെൻഡ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഒരാൾക്കൊരു പ്രൊഡക്റ്റിൽ ഒരു ഇഷ്യൂ വന്ന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയ പ്രൊഡക്റ്റ് അല്ല നമ്മൾ കൊണ്ടുപോയത്, അത് എന്താണെന്ന് കേട്ട് അതിന്റെ ഒരു സൊല്യൂഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം നന്നായിട്ട് കേൾക്കണം. അപ്പൊ എന്ത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടത്? അല്ലെ നിങ്ങൾ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് അല്ലേ, നമുക്കത് വേറെ രീതിയിൽ കൊടുക്കാൻ പറ്റും. അല്ലെ അവർക്ക് വേണ്ട രീതിയിലുള്ള പാക്കിംഗ് അല്ലേ, അവർക്ക് മറ്റൊരു രീതിയിൽ നമ്മുടെ പാക്കിംഗ് ആവശ്യമുണ്ടോ? ഇനി പ്രൈവറ്റ് ലെവൽ ചെയ്യേണ്ട കേസുകളാണോ? ഇങ്ങനെയുള്ള എന്ത് സൊല്യൂഷൻ ആണെങ്കിലും അത് റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു നോളജ് കൂടി ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യത്തിലും കൂടി വിളിച്ചു ചോദിക്കേണ്ടി വരുന്നത്.